ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്രിക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. ക്രിക്കറ്റിൽ നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ മാച്ച് നടക്കുകയാണ്. ഫൈനൽ മാച്ച് നമുക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എല്ലാ ഫൈനലിലും കഴിഞ്ഞ T20 ഫൈനലിൽ ഇന്ത്യ വിജയിച്ചു, വളരെ നന്നായി കളിച്ചിട്ട്. പക്ഷേ അതിൻ്റെ മുന്നേ നടന്ന വേൾഡ് കപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പരാജയപ്പെട്ടു. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താ പറയുക, ഫൈനൽ മാച്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ മാച്ചിൽ ജയിച്ചു വരിക എന്നുള്ളത് ആ ഒരു സമയത്ത് ആരാധകർക്കാണെങ്കിൽ തന്നെ കുറച്ചൊരു ടെൻഷനാണ്. പിന്നെ ഇന്ത്യൻ്റെ എതിരാളികൾ ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്ത ടീമാണ്. ഇന്ത്യനെ നോക്കൗട്ട് സ്റ്റേജിലൊക്കെ പരാജയപ്പെടുത്തിയ ടീമാണ്. 2021 ICC മറ്റേ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഫൈനലിൽ ഇന്ത്യനെ തോൽപ്പിച്ചിട്ടുണ്ട്. 2019 വേൾഡ് കപ്പ് സെമി ഫൈനലിലും ഇന്ത്യ അവർ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യ അവരോട് നോക്കൗട്ട് സ്റ്റേജിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു സെമി ഫൈനലിൽ. ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലും ഒരു പ്രാവശ്യം ഇന്ത്യ അവരോട് ജയിച്ചിട്ടുണ്ട്. എന്ന് കരുതി നമുക്ക് ജയിക്കും എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ത്യൻ ടീം ജയിക്കട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട്. പിന്നെ ഇന്ത്യൻ ടീം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമാണ് ന്യൂസിലാൻഡ് ടീം. എന്താണെന്ന് അറിയില്ല, എനിക്ക് ന്യൂസിലാൻഡ് ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കെയ്ൻ വില്യംസനെ. ഒരുപക്ഷെ ഇന്ത്യ അല്ലാതെ വേറെ ഏതെങ്കിലും ടീമുമായി ന്യൂസിലാൻഡ് ഫൈനലിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ന്യൂസിലാൻഡിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. കാരണം ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് എനിക്ക് ന്യൂസിലാൻഡ് ടീമിനെ. അവരെ പ്ലെയേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ടീമാണ് ന്യൂസിലാൻഡ്. അപ്പം എന്തായാലും ഇന്ത്യ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്ത്യ വിജയിച്ചാൽ ഭയങ്കര സന്തോഷം. ഇന്ത്യ അഥവാ പരാജയപ്പെട്ടാലും എന്ന് കരുതി ഞാൻ പരാജയപ്പെടണം എന്നല്ല പറയുന്നത്. ന്യൂസിലാൻഡ് വിജയിച്ചാലും ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടതുപോലെയുള്ള ഒരു സങ്കടം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു 50 മാച്ചിലുള്ള ഒരു ട്രോഫി പോലും അവർക്ക് ICC ട്രോഫി കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവർ വിജയിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ കെവിൻ പീറ്റേഴ്സനൊക്കെ അവർക്കൊരു ട്രോഫി കിട്ടിയാലും അത്രക്ക് അങ്ങോട്ട് സങ്കടമുണ്ട്. എങ്കിലും ചെറുതായിട്ട് അവർക്കാണല്ലോ കിട്ടിയെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു ചെറിയൊരു റിലാക്സേഷനും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. എങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങളൊരു ക്രിക്കറ്റ് ലവർ ആണെങ്കിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട്